ഈ ഒരു പുസ്തക പരിചയ പരമ്പരയിലെ ആദ്യത്തെ പുസ്തകമെന്ന നിലയിൽ ഞാൻ പരിചയപ്പെടുന്നത് 2010 അമേരിക്കൻ പത്രപ്രവർത്തകനായ ക്രിസ് ഹെജസ് എഴുതിയ ഡെത്ത് ഓഫ് ദ ലിബറൽ ക്ലാസ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ഏതാണ്ട് 2 പതിറ്റാണ്ട് മുന്നേ അമേരിക്കയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അവിടുത്തെ ലിബറൽ വർഗം എങ്ങനെയാണ് പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഭരണവർഗത്തിൻ്റെ കുഴലൂത്തുകാരായിട്ട് ലിബറൽ വർഗം മാറിയത് എന്നുള്ള അതിൻ്റെ ഒരു വിവരണമാണ് പത്രപ്രവർത്തകനായ ക്രിസ് ഹെജസ് ഈ ഒരു പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഏതാണ്ട് 260 പേജോളം വരുന്ന ഒരു പുസ്തകമാണിത്. ഇന്നത്തെ ഒരു വർത്തമാന ഇന്ത്യൻ സാഹചര്യത്തെ വലിയ രീതിയിലത് നമുക്ക് അതിൽ ഈ ഒരു പുസ്തകം വലിയ രീതിയിലത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ പുസ്തകത്തെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു കാരണം. പലപ്പോഴും നമുക്കറിയാം, ഇന്ത്യൻ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു ദശകക്കാലമായി 2014 തൊട്ടെങ്കിലും വളരെ സജീവമായി ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും RSSൻ്റെ ഒക്കെ മുൻകൈയിൽ ഒരു കാവ്യരാഷ്ട്രീയം അതിശക്തമായ രീതിയിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഇന്ത്യയുടെ ലിബറൽ വർഗം ഒരു സ്വമേധയാ സൃഷ്ടിച്ച ഒരു മൗനത്തിൻ്റെ ഒരു മൂടുപടം എടുത്തണിഞ്ഞുകൊണ്ട് അവർ നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ കാഴ്ചയെ നമുക്കെങ്ങനെയാണ് ഈ പുസ്തകം നമുക്ക് ഒരു പ്രവചനാത്മകമായ രീതിയിൽ നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഇവിടെ അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇതാണ്. ഈ പുസ്തകത്തിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ലിബറൽ വർഗം യഥാർത്ഥത്തിൽ അവരുടെ പ്രതികരണശേഷി നഷ്ടപ്പെടുത്തി എന്നത് മാത്രമല്ല, അത് ഒരു തരത്തിൽ കോർപ്പറേറ്റ് അധികാരത്തിൻ്റെ ഒരു അനുബന്ധം എന്നതിൽ, അല്ലെങ്കിൽ അതിനെ ഒരു പിന്തുണക്കാരെന്ന നിലയിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നതുകൂടിയാണ് ഈ പുസ്തകം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയെ അത് സൃഷ്ടിക്കുന്ന അതിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തെ അത് സ്വമേധയാ നഷ്ടപ്പെടുത്തുകയും, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളോ ഭരണകൂട ഇതില്ലാതെ തന്നെ സ്വമേധയാ ഇതിൻ്റെ ഒരു ദാസ്യപ്പണിയിലേക്ക് ഈ ലിബറൽ വർഗം മാറിയതിൻ്റെ ഒരു ചിത്രമാണ് ആ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നത്. അതിൽ പലപ്പോഴും ഈ കോർപ്പറേറ്റ് ശക്തികൾ യജമാനന്മാരും അടിമകളും മാത്രമുള്ള ഒരു ലോക സൃഷ്ടിക്കായിട്ട് എങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഒരു സാമൂഹിക സംഘാടനത്തിൻ്റെ പുതിയൊരു കോൺഫിഗറേഷനിൽ ഒരു ലക്ഷ്യവും നിറവേറ്റാനില്ലാത്തൊരു വർഗമായിട്ട് ഈ ഒരു ലിബറൽ വർഗം മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയെ ആ പുസ്തകം, ഈ ഡെത്ത് ഓഫ് ദ ലിബറൽ ക്ലാസ് എന്ന് പറയുന്ന പുസ്തകം വളരെ കൃത്യമായിട്ട് നമുക്ക് ചിത്രീകരിക്കുന്നുണ്ട്. അത് ഈ പുസ്തകത്തിൻ്റെ തന്നെ ഉള്ളടക്കത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ അത് ഏതാണ്ട് 6 അധ്യായങ്ങളിലാണിത് നമ്മളോട് ഈ കാര്യം പറയാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. ഒരു ചെറു ന്യൂനപക്ഷം വരുന്ന വരേണ്യവർഗത്തിന് രാഷ്ട്രത്തിൻ്റെ പൊതുവായ സമ്പത്ത് കൊള്ളയടിക്കാൻ ആവശ്യമായിട്ടുള്ള അതിനകത്തുള്ള ഒരു നിഷ്ക്രിയ പങ്കാളിയായിട്ടാണ് ഈ ഒരു ലിബറൽ വർഗം മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ പുസ്തകം നമ്മളോട് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിലേക്ക് മാറുമ്പോൾ നമുക്കിത് തന്നെ കാണാൻ കഴിയും. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു ദശകക്കാലത്തിനകത്ത് ഇന്ത്യയിലെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കാൻ ഇന്ത്യയിലെ ഏതാനും വിരലിലെണ്ണാവുന്ന കോർപ്പറേറ്റുകൾക്കും വിദേശ കോർപ്പറേറ്റ് ശക്തികൾക്കും എങ്ങനെയാണ് യാതൊരുവിധ എതിർപ്പുകളും കൂടാതെ ഈ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു 2000 വരെയെങ്കിലും 2010 വരെയെങ്കിലും ഇന്ത്യയിൽ ഒരു ലിബറൽ വർഗം അതിശക്തമായി പലതരത്തിലുള്ള മൂവ്മെൻറ്റുകളുടെയൊക്കെ പിന്തുണക്കാരായിട്ട് അടിസ്ഥാന വർഗത്തിൽ നടക്കുന്ന സമരങ്ങളെ അതിന് പിന്തുണക്കുന്ന ആളുകളെങ്കിലും ആയിട്ട് മാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ പറ്റും. പക്ഷേ 2014 ശേഷം ഇത്തരത്തിലുള്ള ഇപ്പം അദാനിയുടെ പോലുള്ള ഗൗതം അദാനിയെ പോലുള്ള കോർപ്പറേറ്റുകൾ ഇന്ത്യയുടെ പ്രകൃതി വിഭവങ്ങളിൽ മേൽ വലിയ രീതിയിലുള്ള കൊള്ളയടിക്കൽ നടത്തുമ്പോൾ, അല്ലെങ്കിൽ അംബാനിയെ പോലുള്ള ആളുകൾ വലിയ രീതിയിൽ കൊള്ളയടിക്കൽ നടത്തുമ്പോൾ അതിനെ ഒന്നും ചോദ്യം ചെയ്യാതെ കേവലം ഒരു കാഴ്ചക്കാരോ അല്ലെങ്കിൽ അതിന് മറ്റു രീതിയിലുള്ള വികസനത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് അതിനുള്ള ഒരു കൂട്ടുപങ്കാളികളോ നിഷ്ക്രിയരായിട്ടുള്ളൊരു കൂട്ടുപങ്കാളികളോ ആയി മാറുന്നതിൻ്റെ ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഏതാണ്ട്
തൊട്ട് 2010 വരെയുള്ള ആ ഒരു കാലഘട്ടത്തെ ചിത്രീകരിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൽ ക്രിസ് ഹെഡ്ജസ് പറയുന്നത്. ഒരു വളരെ പ്രധാനമായിട്ട് ക്രിസ് ഹെഡ്ജസ് പറയുന്ന ഒരു പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫ്യൂഡലിസത്തിൻ്റെയും മതമേധാവിത്വത്തിൻ്റെയും അസ്തമനത്തോടെ ക്ലാസിക്കൽ ലിബറലിസം ഉദയം ചെയ്യുന്നതെന്ന് നമുക്കറിയാം. നിയമവാഴ്ചയെ അംഗീകരിച്ചുകൊണ്ട് വ്യക്തിസ്വാതന്ത്ര്യം, സാമൂഹിക സമത്വം, സാർവത്രികവാദം എന്നീ ദാർശനിക വ്യവസ്ഥയിലായിരുന്നു ലിബറൽ വർഗം തങ്ങളുടെ അടിത്തറ ഉറപ്പിച്ചിരുന്നത്. മനുഷ്യ സമൂഹത്തിൻ്റെ ഭൗതിക പുരോഗതി വിശ്വസിച്ചിരുന്നതുകൊണ്ട് ലിബറൽ വർഗം അടിസ്ഥാനപരമായി ഭൗതികവാദികളെന്ന നിലയിലും വിശേഷിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം പറയുന്നത്, ഈ പറയുന്ന ജനാധിപത്യ രാഷ്ട്രത്തിന് നേരെ കോർപ്പറേറ്റ് ഭരണകൂടം നടത്തിയ ആക്രമണം ലിബറൽ വർഗത്തെ അതിൻ്റെ ഇരകളിലൊന്നാക്കി മാറ്റി എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇരകൾ അവർ സ്വാഭാവികമായി ഉണ്ടാകേണ്ട എതിർപ്പ്, സാധാരണ അടിത്തട്ടിൽ വലിയ രീതിയിൽ ഇരകളാക്കപ്പെട്ട ആളുകളുടെ ഒരു വിമോചനം അല്ലെങ്കിൽ അതിനോടുള്ള പ്രതിഷേധം ഉയരും. പക്ഷേ ലിബറൽ വർഗത്തിനകത്ത് നിന്നുള്ള ഇത്തരം ഒരു പ്രതിഷേധം നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ക്രിസ് ഹെഡ്ജസ് അമേരിക്കൻ പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കിയിട്ട് നിരീക്ഷിക്കുന്നത്. അതുമാത്രമല്ല, പല മേഖലകൾ, അക്കാദമിക് മേഖലകൾ, അതുപോലെ തന്നെ മാധ്യമ മേഖലകളിലെ മൗനങ്ങൾ, സാംസ്കാരിക മേഖലയിലെ പുതിയ ട്രെൻഡുകൾ, ഇതൊക്കെ തന്നെയും ക്രിസ് ഹെഡ്ജസ് എങ്ങനെയാണ് ഈ ലിബറൽ വർഗം ഒരു മൗനത്തിൻ്റെ ഒരു മൂടുപടം എടുത്തണിഞ്ഞത് എന്ന് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ നമുക്ക് സമാനമായ സാഹചര്യങ്ങൾ ഇന്ത്യൻ സർവകലാശാലകളിൽ, ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ, ഇന്ത്യയിലെ സാംസ്കാരിക മേഖലകളിലൊക്കെ തന്നെയും കിടക്കുന്ന വലിയ രീതിയിലുള്ള മൗനങ്ങൾ, വളരെ നമുക്കിതിനകത്തൊക്കെയും വളരെ ചെറിയ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ കേൾക്കാൻ കഴിയുന്നത്. ഇതിന് ഒരു ഉദാഹരണം എന്നതിൽ നമുക്ക്, അല്ലെങ്കിൽ ഈ ക്രിസ് ഹെഡ്ജസ് ഈ പുസ്തകം നമ്മളെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് വർത്തമാനകാലത്ത് വളരെ കൃത്യമായും ഇന്ത്യൻ ലിബറൽ വർഗം എങ്ങനെയാണ് മരിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ്ട് പൂർണ്ണമായൊരു മരണത്തിന് എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. പല പല ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിലെ പാണ്ഡിത്യം നിറഞ്ഞ മൗനങ്ങൾക്ക് ഈ പറയുന്ന ഒരു സമാനതകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അദ്ദേഹം പറയുന്ന പ്രിൻസ്റ്റൺ അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉദാഹരണങ്ങളിലൂടെയാണ് ക്രിസ് ഹെഡ്ജസ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, സുഖകരവും പലപ്പോഴും ഉയർന്ന ശമ്പളമുള്ളതുമായ സ്ഥാനം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതിനാൽ ലിബറൽ വർഗം യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നു. പരസ്യമായ രാഷ്ട്രീയ വിമർശനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നിടത്തോളം കാലം സർവകലാശാലകളിലും മറ്റുമുള്ള നികുതി ഇളവ് പദവികൾ ആസ്വദിക്കാൻ അവർക്ക് സാധിക്കുന്നു. തൊഴിലാളി നേതാക്കൾക്ക് സ്വപ്ന സദൃശമായ ശമ്പളം നൽകുന്നു. വർഗസമരത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാത്തിടത്തോളം കാലം കോർപ്പറേറ്റ് മുതലാളിത്തത്തിലെ ജൂനിയർ പങ്കാളികളായി ഈ ഒരു ലിബറൽ വർഗത്തെ പരിഗണിക്കപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൂടാതെ കലാകാരന്മാർ ഹോളിവുഡ് ഹിൽസിലെ സുഖാലസ്യങ്ങളിൽ മയങ്ങി ജീവിക്കുകയും ചെയ്യുന്നു. ഇത് ഇന്ത്യയിലെ ബോളിവുഡോ കോളിവുഡോ മറ്റേതെങ്കിലും മോളിവുഡോ ഏത് തരത്തിലുള്ള ഇന്ത്യയിലെ സിനിമ ഇൻഡസ്ട്രിയുടെ ഓരോ പ്രത്യേക പോക്കറ്റുകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് ഇതേ സമാനമായ സാഹചര്യങ്ങൾ കാണാൻ കഴിയും. പലപ്പോഴും ഭരണകൂടത്തിൻ്റെ നിലവിലുള്ള BJP സംഘപരിവാർ ഭരണത്തിൻ്റെ ഒരുതരം കുഴലൂത്തുകാരോ അല്ലെങ്കിൽ മനസ്സിലുണ്ടെങ്കിൽ പോലും കാര്യം പറയാൻ പറ്റാത്ത ആളുകളോ ആയിട്ട് ഇന്ത്യയിലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇടപെടുന്നത് കാണാം. അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയിലെ ആളുകളുടെ മൗനം പാലിക്കുന്നത് കാണാം. യൂണിവേഴ്സിറ്റികളിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അസാധ്യമാക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങളുടെ ഇടപെടലുള്ളൊരു ഭാഗത്ത്, അത് കൂടാതെ സ്വമേധയാ തന്നെ ഈ ലിബറൽ വർഗം അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ പുസ്തകം എഴുതിയതിന് ശേഷം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ അദ്ദേഹമായിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. കൈൻഡ് ഓഫ് വിതറിങ് ഓഫ് ദ ഹ്യൂമാനിറ്റീസ് എന്നാണ് ഈ ഒരു മൊത്തത്തിലുള്ള ഇതിനെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്. ഘടനകളെ, അനുമാനങ്ങളെ നിരന്തരം വെല്ലുവിളിക്കുകയും വിശാലമായ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്ന ലിബറൽ വിദ്യാഭ്യാസം വൻകിട മൂലധനത്തിൻ്റെ സ്വകാര്യ മൂലധനത്തിൻ്റെ മുഷ്ടികളിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് അദ്ദേഹം പറയുന്നത്. വിദ്യാഭ്യാസ മേഖലയാണെങ്കിൽ സ്വകാര്യ മൂലധനത്താൽ നിയന്ത്രിക്കപ്പെടുന്നു. ഒരു സിസ്റ്റം മാനേജർമാരുടെ ഒരു വർഗത്തെ അത് സൃഷ്ടിക്കുന്നു. പല രീതിയിലുള്ള വിശകലനങ്ങളെ മുഴുവൻ
പുതിയ രീതിയിൽ അവർക്ക് അനുകൂലമായ രീതിയിൽ ഉണ്ടാക്കപ്പെടുന്നു. അത് അക്കാഡമിക് മേഖലകളിലുള്ള പല തരത്തിലുള്ള വിശകലനങ്ങളും ഇപ്പം അതേ രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനേയും ഇതിന് പരവതാനുവിരിക്കുന്ന രീതിയിൽ, ഭരണകൂടത്തിന് ഇച്ഛയെ അനുസരിക്കുന്ന രീതിയിൽ ഈ ഒരു ലിബറൽ വർഗത്തിൻ്റെ ഏത് മേഖല, അക്കാഡമിക് ആവട്ടെ, മാധ്യമ മേഖലയിലാവട്ടെ, അങ്ങനെ സമസ്ത മേഖലകളിലും അതിനനുസൃതമായ രീതിയിലുള്ള വിശകലനങ്ങളുമായിട്ട് ഈ ഒരു ലിബറൽ വർഗം കടന്നു വരുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പുസ്തകം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 2010 പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. അതിനു മുന്നേയുള്ള ഒരു ദശകക്കാലം, അതായത് 2000 തൊട്ട് 10 വരെയുള്ള ഒരു ദശകക്കാലത്തെയാണ് ആ പുസ്തകത്തിൽ ആ ഒരു അമേരിക്കൻ രാഷ്ട്രീയ സാഹചര്യത്തെയാണ് അത് എന്താ പറയുക ചിത്രീകരിക്കുന്നത് അതിനകത്ത്. പക്ഷെ നിലവിൽ അത് നമ്മോട് സംസാരിക്കുന്ന അവിടുത്തെ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ നൽകുന്നതൊക്കെയും നമുക്ക് ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ പരിച്ഛേദത്തെ തന്നെയാണ് എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ ഈ പുസ്തകം ഒരർത്ഥത്തിൽ അതൊരു ടെക്സ്റ്റ് രൂപത്തിലുണ്ട്, മറ്റൊരർത്ഥത്തിൽ അതൊരു ലൈവ് രാഷ്ട്രീയ പ്രക്രിയയായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ലിബറൽ വർഗത്തിൻ്റെ മരണമെന്ന് പറയുന്നത് അവരുടെ ഒരു ഇന്ന് കാണുന്ന ഒരു സുഖാലസ്യത്തിലൂന്നിയിട്ടുള്ള ഒരു ഇടപെടൽ എന്നത് അത് തീർച്ചയായിട്ടും ആ ലിബറൽ വർഗത്തിൻ്റെ പൂർണ്ണമായ ഒരു അസ്തമയത്തിലേക്കായിരിക്കും നയിക്കുക. ഇത് അവരെ തന്നെയായിരിക്കും തിരിഞ്ഞുകൊത്തുക. സ്വാഭാവികമായും നിലനിൽക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥകളോട്, അതിൻ്റെ ദുരാചാരപരമായ ഇടപെടലുകളോട് പ്രതികരിക്കുക എന്നുള്ളതാണ് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ ജീവി എന്നുള്ളത് നമുക്ക്, സാമൂഹ്യ ജീവി എന്നതിലും നമുക്ക് ചെയ്യാനുള്ളത്. ആ ധർമ്മം നിർവഹിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കടമയാണ്. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു അല്പം വിദൂരമല്ലാത്തൊരു ചരിത്രത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ക്രിസ് ഹെജസിൻ്റെ ഡെത്ത് ഓഫ് ദി ലിബറൽ ക്ലാസ് എന്ന ഈ പുസ്തകത്തിൽ. ഏതാണ്ട് 256 പേജുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് വായിക്കുന്നത് ആ അർത്ഥത്തിൽ നന്നായിരിക്കും എന്നാണ് ഇവിടെ പറയാനുള്ളത്. നന്ദി.